ഒരു റൈറ്ററെ പറ്റിയായിരിക്കും, അതായത് സിയാവുദ്ദീൻ ബർണി. അപ്പോൾ ഈ സിയാവുദ്ദീൻ ബർണിന്റെ ഹിസ്റ്ററി റൈറ്റിങ്ങിനെ പറ്റിയും അതേമാതിരി അങ്ങേരുടെ കോമ്പസിഷൻസ് എന്തൊക്കെയായിരുന്നു പേഴ്സണൽ ആയിട്ടുള്ള ഒബ്ജക്ടിവിറ്റി, രാജാവിനെ പറ്റി, ഹൈ ബോൺ ലോ ബോൺ എന്നുള്ള ഇതിനെ പറ്റിയായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ ഭരണി ആക്ച്വലി പറയുന്നത് ഡിബേറ്റും വാട്ട് ഈസ് ഹിസ്റ്ററി, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഒരു ചരിത്രകാരൻ ചരിത്രത്തിനെ പറ്റി എഴുതേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ളതാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ ഭരണിയുടെ റൈറ്റിംഗിൽ റിഫ്ലക്ഷൻസ് കണ്ടംപററി ആയിട്ടുള്ള പൊളിറ്റിക്കോ കൾച്ചറൽ എൻവയറമെന്റിനെ പറ്റി പറയുന്നു. അപ്പോൾ ഇവിടെ ഹൈബോൺ എലിമെന്റ്, അത് ചരിത്രം എഴുത്തുകാരനിൽ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഭരണിയുടെ കോൺഷ്യസ്നെസ് ആണ്. വളരെ കോൺഷ്യസ് ആയിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരനും ആ ഡിസ്കഷനിൽ കൂടെ മൊണാർക്കിയില് എന്തൊക്കെയാണ് ഡ്യൂട്ടി, ഒരു രാജാവിന്റെ ഡ്യൂട്ടി എന്താണ്, റോൾ എന്താണ്, ഫോഴ്സ് എന്താണ്, ഇതേമാതിരി ഹൈബോൺ റൂളിംഗ് ക്ലാസ് ആണോ, ഭരണിയുടെ റൈറ്റിംഗ്സിൽ നിന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഇതിങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അതിന് രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയേണ്ടത്, ഫത്തവ ആൻഡ് താരിഖ. ഇത് രണ്ടും ഒന്നിനോടൊന്ന് ആക്ച്വലി ഇൻഫ്ലുവൻസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഭരണി വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും മോങ്ക് സ്പെക്ടേറ്ററും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ സിയാ ഭരണികാട് നല്ല ഡൽഹി സൾട്ടനേറ്റ് ടൈമില് ജിയാസുദ്ദീൻ ബാൽബന്റെ കാലഘട്ടം മുതൽ ഫിറോസ് ഷാ തുഗ്ലക്ക് വരെ ഉള്ള ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ട്. ഇതിൽ കൂടെ ഭരണി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലിവിങ് ആയിരുന്നു. അതേമാതിരി ആദ്യകാലങ്ങളിൽ പേട്രോണേജ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു പേട്രോണേജ് കിട്ടിയിട്ടുണ്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കയ്യിൽ നിന്ന്. പക്ഷെ അവസാന കാലഘട്ടം, അതായത് മരണസമയത്തൊക്കെ പോവർട്ടിയും അല്ലെങ്കിൽ ദരിദ്രവും ഫ്രസ്ട്രേഷനും ഉണ്ടായിരുന്നു. ഈ ഭരണി ഒരു ഫാമിലി തന്നെ സ്കോളേഴ്സും ഒഫീഷ്യൽസും ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഫാദർ മുയാദ് അൽ മുല്ലക്കാണ് ഫാദർ. മാരീഡ് ചെയ്തിട്ടുള്ളത് സിഫിയ സൽഫർ ഹുസൈൻ. അപ്പൊ ഇവര് ഈ റീസണിൽ കൂടെയും അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമിലും പ്രിൻസ് അലിയും ഓഫീസർ ഇൻചാർജ് ആയിരുന്നു. അതായത് ഭരണീസിന്റെ പാറ്റേണൽ അങ്കിൾ, അച്ഛന്റെ വകയുള്ള അങ്കിളാണ് ഓഫീസ് ഗവർണർഷിപ്പ് ഓഫ് കാര ആൻഡ് അവധിന്റെ. ഇത് കൂടാണ്ട് ഭരണിക്ക് നല്ല പഠിത്തം അല്ലെങ്കിൽ നല്ല വിധത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് അറബിക്കിലും പേർഷ്യനിലും. മാത്രമല്ല ഈ റിലീജിയസ് സയൻസിലും ഇസ്ലാമിക് തിയോളജിയിലും എക്സ്പേർട്ട് ആയിരുന്നു. വളരെ ദീർഘമായ അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ഒരു ഹിസ്റ്ററിയെ പറ്റി അല്ലെങ്കിൽ ചരിത്രത്തെ പറ്റി നല്ല ഒരു ഐഡിയ ഉള്ള ഒരാളാണ് ഭരണി പറയാം. അപ്പൊ ഇവിടെ അമീർ ഖുസ്രുവിനെ പറ്റിയും അമീർ ഹസനുമായിട്ടൊക്കെ ഒരു ക്ലോസ് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഫേമസ് ആയ ക്രിസ്റ്റി സെയിന്റ് നിസാമുദ്ദീൻ അലിയനെ പറ്റിയും അറിയായിരുന്നു. അപ്പൊ ഇവിടെ ഈ സിയാവുദ്ദീൻ അലിക്ക് കിട്ടുന്നത്, ഭരണിക്ക് കിട്ടുന്നത് ഓണർ മരണശേഷം ബറി ചെയ്യുന്നത് നിസാമുദ്ദീൻ ആലിയ ടോമിന്റെ അടുത്ത്, ഫാദറിന്റെ ഗ്രേവിന്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ഈ റോയൽ സർവീസിൽ കയറുന്നത് 1334-35 അപ്പോ വയസ്സാണെങ്കിലും ഒരു മെച്യൂർ ഏജ് ആണ്, 50 ആണ്. ആസ് എ കോർട്ടിയർ ആയിട്ടാണ്, രാജാവിന്റെ തുഗ്ലക്കിലെ ഒരു രാജാവിന്റെ രാജകൊട്ടാരത്തിൽ എന്നുള്ള ലെവലാണ്. ആദ്യത്തെ കാലഘട്ടങ്ങളിലൊക്കെ നല്ല സപ്പോർട്ട് രാജാവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷെ അവസാന കാലഘട്ടത്തിൽ ഫിറോസ് ഷാന്റെ കാലഘട്ടത്തിൽ അതൊന്നും വളരെ മോശമായ കാലഘട്ടത്തിൽ കൂടിയാണ്. ഫിറോസ് ഷായുടെ സപ്പോർട്ട് കിട്ടിയില്ല. മാത്രമല്ല ഫിറോസ് ഷാ സിയാവുദ്ദീൻ ഭരണിയെ കൂട്ടിലടയ്ക്കാനും അല്ലെങ്കിൽ ജയിലിലാക്കാനും എക്സിക്യൂഷൻ ചെയ്യാനും അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും സുൽത്താൻ ഫിറോസിന് ഈ സിയാവുദ്ദീന് ഇഷ്ടമല്ല, അതാണ് കാര്യം. ഇനി ഇങ്ങനെയാണെന്നുള്ള റൈറ്റിങ്സ് നോക്കുകയാണെങ്കിൽ, ഭരണിയുടെ റൈറ്റിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ തിയോളജിയും ഡിഫറെൻ്റ് ആയിട്ടുള്ള
പേഴ്സണോ ഇസ്ലാമിക് കൾച്ചറിനെ പറ്റിയാണ് എടുത്തു പറയേണ്ടത്. അവിടെ എൻറ്റയർ ആയിട്ടുള്ള റൈറ്റിങ്സ് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും എൻറ്റയർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ക്ലോസ് അസോസിയേഷൻ, അതായത് തുഗ്ലക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്കുമായിട്ടുള്ള പൊസിഷൻ ഡിഗ്നിറ്റിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതിവിടെ അനദർ നമ്മൾക്ക് ഭരണീന്റെ താരിഖ് എന്നുള്ളതല്ലേ കമ്പയർ ചെയ്യുന്ന താരിഖ് എന്ന് വെച്ചാൽ ഫസ്റ്റ് റൈറ്റിംഗ് അപ്പ് ആണ്. അതിൽ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത വിധത്തിലും അത് ക്രിറ്റിസിസം കണ്ടിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തത് എഴുതി വരുമ്പോഴത്തേക്ക് എല്ലാവരും ചെയ്യുമ്പോൾ 6 ഇയേഴ്സിന്റെ ഫിറോസിന്റെ റീജിയനിലാണ് സമയത്താണ് അത് എഴുതുന്നത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് വേർഷനിൽ മുഹമ്മദ് തുഗ്ലക്കിനെ പറ്റി പറഞ്ഞ് ഒരു ഫേവറബിൾ ആയിട്ടുള്ള സഹായം കിട്ടിയിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് വേർഷനിൽ വരുമ്പോഴത്തേക്കും ഒരു അൺഫേവറബിൾ അറ്റ്മോസ്ഫിയർ ആണ് അനുഭവിച്ചത്. അലാവുദ്ദീന്റെ പ്രൈസ് കൺട്രോളും ബാക്കിയുള്ള എലാബറേറ്റ് ആയിട്ടുള്ള വിഷൻസിനെ പറ്റിയൊക്കെ സെക്കൻഡ് ഭാഗത്താണ് എഴുതുന്നത്. അർബനൈസേഷനും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ പറയുന്നത് രണ്ടാമത്തെ കാലഘട്ടത്തിൽ എന്നുള്ള വേണമെങ്കിൽ പറയാം. അതേമാതിരി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ട്രാൻസ്ഫറെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ പതിപ്പിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ പതിപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പരാമർശിച്ചുണ്ട്. ഇനി ബർണിയർ റൈറ്റിംഗിലാണെങ്കിലോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 69 കോമ്പോസിഷൻസ് ആണ് വരുന്നത്. ഇവിടെ എറ്റേണിറ്റിയെ പറ്റിയും നോബിൾസിന്റെ ഹൈബോൺ ആയിട്ടുള്ള വലിയ പദവിയിൽ ജനിച്ചവര് അല്ലെങ്കിൽ കുടുംബത്തിൽ ജനിച്ചവരെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ബുക്ക് സെല്ലേഴ്സിന് വേണ്ടിയിട്ട്. ഇതേമാതിരി തന്നെ കോമ്പോസിഷനില് ഹസ്തറാമയില് സുഫി ട്രാക്റ്റിനെ പറ്റി സിയാദ് ഷെയ്ഖ് നസമുദ്ദീൻ അലിയന്റെ ഒരു കോണ്ടാക്ട്സിനെ പറ്റിയും അമീർ ഖുസ്രുവിനെ പറ്റിയും പറയുന്നു. ഇനി ഇതിൽ കൂടെ തന്നെ അവിടെ നമ്മൾക്ക് 2 ഇമ്പോർട്ടൻസ് ഹിസ്റ്റോറിക്കൽ സ്റ്റുഡൻസിന് 2 ഇമ്പോർട്ടൻസ് ആയിട്ട് പറയേണ്ടത് താരിഖ് ഐ ഫിറോസ് ഷായി 1357 ഇറങ്ങിയതും ഫത്തബ ഐ ജനഹരി. ഇത് താരിഖിന്റെ കണ്ടംപ്ലേഷൻ ആണെങ്കിൽ കൂടിയും അതില് ആർട്ട് ഓഫ് ഗവർണൻസ് എങ്ങനെയാണ് അറബിക്കിന്റെ സ്റ്റൈല് മിറർ ഓഫ് പ്രിൻസസ് എന്നുള്ളതാണ് എഴുതിയിട്ടത്. സുൽത്താൻ മുഹമ്മദ് ഓഫ് ഗസ്നിയുടെ സൺസിനോടുള്ള റെയിനിങ് ടൈമിൽ നിന്നാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഗോഡ് ഫിയറിംഗ് മുസ്ലിം റൂളേഴ്സ് എന്നുള്ള ഒരു അഭിപ്രായമാണ് നമുക്കിവിടെ കാണുക. ഇനി ഭരണിയുടെ ഐഡിയ ഓഫ് ഹിസ്റ്ററിനെ പറ്റി പറയുമ്പോൾ ഹിസ്റ്ററിയാണ് ബാക്കിയുള്ള ഹിസ്റ്റോറിക്കൽ ലെസൺസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റിയിൽ നിന്ന് ഡീപ്പായിട്ടുള്ള ഫ്യൂച്ചർ ആക്ടിവിറ്റീസ് മനസ്സിലാക്കാൻ പറ്റുന്നു. ബാൽബന്റെ അറ്റംപ്റ്റും പെർസ്യൂയിങ് ബ്ലഡ് മൈനും അല്ലെങ്കിൽ ആദ്യത്തെ കാലഘട്ടത്തിൽ 17 കൊല്ലത്തിൽ നടന്നിരുന്ന വാറിനെ പറ്റിയാണ് അതിൽ പരാമർശിച്ചു പോകുന്നത്. ഭരണിക്ക് ഒരു ഹിസ്റ്റോറിയൻ ടൈം ഉണ്ട്, ഹിസ്റ്റോറിയൻ ഓഫ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു ഹിസ്റ്ററി ക്രാഫ്റ്റ് എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഹിസ്റ്ററി എഴുതുന്നവൻ ഒരു പോയിറ്റ് മാതിരി ഒരു ഫിക്ഷൻ റൈറ്റർ മാതിരിയല്ല, ഓരോ ചാപ്റ്റർ വൈസാണ് എഴുതി പോകുന്നത്. അപ്പൊ അവിടെ ബെസ്റ്റ് തിങ്കിങ് വേണം, ഫിലോസഫർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം, മാൻ ഓഫ് ഐഡിയാസ്, ക്രിട്ടിക്കൽ ഹിസ്റ്റോറിയൻ. ഇതൊക്കെ പർപ്പസ് ഓഫ് റൈറ്റിംഗിൽ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എഴുതി പോകുന്നത്. അപ്പൊ ഭരണീന്റെ ട്രൂ ഹിസ്റ്റോറിക്കൽ മുഹമ്മദ് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഭരണി പറഞ്ഞിട്ടുള്ളത് ഹിസ്റ്ററി ഈസ് എ റെക്കോർഡ് ഓഫ് ക്രോണിക്കൽ ഓർ ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റ്ലി എ സയൻസ്. എങ്ങനെയാണ് അത് ട്രഡീഷൻ ഒബ്സർവേഷനിൽ കൂടിയും എക്സ്പീരിയൻസ് കൂടിയും എഴുതി വരേണ്ടത് എന്നുള്ള എടുത്തു പറയുന്നു. ഇനി ഭരണി താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു ഐഡിയ ഓഫ് ഹിസ്റ്ററി ഇസ്ലാമിക് വേൾഡിനെ പറ്റി വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ സിയാദ് അൽ ബൽഖീഖ് ഇതിനെ പറ്റിയും ഷംഷാദ് ദിൻ ഷവാനെ പറ്റിയും എടുത്തു പറയുന്നു. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും ഫുൾ സെക്ഷൻ ഓഫ് നോളേജ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളത്. ഭരണി പിന്നെ എടുത്തു പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നോളജിനെ പറ്റിയാണ്. അവിടെ നോളേജ് പ്രീസിഡൻസ് ദ മക്വെൽത്ത്. അപ്പോൾ ഹ്യൂമന്റെ റീസൺ, മനുഷ്യന്റെ കാരണങ്ങൾ, നോളജ് ഏതൊക്കെയാണ് നോളജസ്, റാഷണൽ ഫീൽഡ്സ്, നോളജ് ഫീൽഡ്സ് ഓഫ് നോളജിനെ പറ്റി പറയുമ്പോൾ മാത്തമെറ്റിക്സ്, മെഡിസിൻ, ഫിലോസഫി, ലോജിക് ആൻഡ് ആസ്ട്രോണമി. അപ്പോൾ ആർഗ്യൂ ചെയ്യുന്നത് അഫയേഴ്സ് ഇതിനെപ്പറ്റി അറിയാത്തവര് ഇതിൽ എഴുതാണ്ടിരിക്കാനാണ്, ഡൗട്ടുള്ളവർ എഴുതാണ്ടിരിക്കാന്നാണ് പുള്ളിയുടെ അഭിപ്രായം.
ഇനി ബർണിയുടെ കൺസ്ട്രക്ഷൻ ഐഡിയാസ് എന്തൊക്കെയാ വെച്ചാൽ റിലേ ചെയ്യുന്നത് ഖുറാനിക് എക്സസൈസ് ആണ്. ഇസ്ലാമിക് ഫെയ്ത്തിനെ പറ്റിയും പറയുന്നുണ്ട്. നോളേജ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹാദീസ് ഒരു ട്വിൻസ് എന്നുള്ള ലെവലിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ബർണിയുടെ അഭിപ്രായങ്ങളാണ് പ്രോഫറ്റിന്റെയും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളാണ് അവരുടെ റൈറ്റിൽ കൂടെ കണ്ടുവരുന്നത്. ബർണിയുടെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഖുറാനിലെ ഒരു ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആണ്. ഇന്ത്യയുടെ അതിൽ കൂടെ ഇസ്ലാമിക് ഹിസ്റ്റോഗ്രാഫിനെയാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ മിസറബിൾ ആയിട്ടുള്ള ലെസൺ ഫോർ ദ പ്രോസ്പെക്ട്സ് എന്നുള്ളതും പറയുന്നു. ബാഡ് ക്യാരക്ടർ ഉള്ള ഈവിൾ ബിഹേവിയർ ഉള്ള റച്ചഡ് ആയിട്ടുള്ള ഗുഡ് ഡിസ്പോസിഷൻ അങ്ങനെയുള്ളവരെ ഗുഡ് ഡിസ്പോസിഷൻ വരുമ്പോഴത്തേക്കും ഫേവർ ഓഫ് ഗോഡ്, അതായത് ഗോഡിന്റെ സപ്പോർട്ട് എന്നുള്ളതിലും ബർണി ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹിസ്റ്ററിനെ ആസ് എ ബ്രാഞ്ച് ഓഫ് തിയോളജിന്റെ ഒരു ഭാഗം എന്നുള്ള ലെവലിലാണ് ഇതിനെ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ ഫത്വ എന്നുള്ള ഫത്വ എഴുതുന്ന സമയത്ത് ഇമ്പോസിബിൾ ആയിട്ടുള്ള സമയത്ത് മുസ്ലിം ഓർത്തഡോക്സി ഡോമിനേറ്റ് ഉള്ള ടൈമാണ്. ആദ്യത്തെ ഭാഗത്തിൽ വെർഷനില് താരിഖിൽ ആദ്യത്തെ വെർഷനില് പ്ലീഡ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സർക്കംസ്റ്റൻസസിൽ വിഷനില് ഡിവോട്ട് ചെയ്യുന്നത് ബേസിക് പ്രിൻസിപ്പിൾസ്, ഹിസ്റ്റോറിയന് ആദ്യമായിട്ട് വരേണ്ട ബേസിക് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് രണ്ടാമത്തെ കാലഘട്ടത്തിൽ എഴുതുമ്പോൾ പറയുന്നത്. അപ്പോ നമ്മൾ ബർണിയുടെ ബിലീഫ് എന്താ നോക്കുമ്പോൾ അവിടെ ടീച്ച് ചെയ്യുന്നത് മോറൽ ആൻഡ് എത്തിക്കൽ ലെസൺസ് ആണ്. മോറലായിട്ടും എത്തിക്കലായിട്ടുള്ള ലെസൺസും അതിൽ കൂടി അബൻഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് റീസണിങ് പവറും ഡിസേർമെന്റും പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ എന്താണെന്നുള്ളതാണ്. നോളജിൽ കൂടെ ഹിസ്റ്ററി നോളജിൽ കൂടെ എക്സ്പീരിയൻസ് ചെയ്തത് ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പിന്നെ ബർണിന്റെ സുൽത്താന്റെ കാലഘട്ടങ്ങളിൽ എല്ലാ സുൽത്താൻമാർക്കും ഒരു ലെസൺസ് കൊടുക്കുന്നു. അപ്പോൾ ഈ ബർണിയുടെ ഹിസ്റ്ററി സെർവ് ചെയ്യുന്നത് അഡ്വൈസ് ലിറ്ററേച്ചർ, അതായത് ഒരു ഉപദേശം കൊടുക്കുന്ന വിധത്തിലുള്ള ലിറ്ററേച്ചർ എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ സുൽത്താനും റൂളേഴ്സും ഫോളോ ചെയ്യേണ്ട ഗുഡ് കോഴ്സ് ഓഫ് ആക്ഷനെ പറ്റി പറയുന്നുണ്ട്. അല്ലാണ്ട് ഒപ്രഷനും ടിറണിയും അല്ല വേണ്ടതെന്നാണ് പറഞ്ഞു വരുന്നത്. ബർണിന്റെ ഹിസ്റ്ററിയിൽ ഇത് നമുക്ക് എടുത്ത് കാണാൻ പറ്റും, ഹ്യൂമൻ പാസ്റ്റ്. അപ്പോൾ ബർണിക്ക് പെക്യൂലിയാരിറ്റീസും പർട്ടിക്കുലേഴ്സിലും ഒന്നും താല്പര്യമില്ല. പക്ഷെ ബാറ്റിൽ ഫീൽഡ് അല്ലെങ്കിൽ യുദ്ധക്കളത്തിൽ ഗുഡ് ആൻഡ് ഈവിൾ ബർണി ട്രീറ്റ് ചെയ്യുന്നത് ഹിസ്റ്ററിനെ ഒരു തിയോളജിയുടെ ബ്രാഞ്ചായിട്ടാണ് ബർണി കാണപ്പെടുന്നത്. അപ്പൊ ബർണി പറയുന്നു റൈറ്റിംഗ്സില് സത്യവും ട്രൂത്തും ട്രസ്റ്റ് വിശ്വാസം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എടുത്തു പറയുന്നുണ്ട്. ബർണി ആർഗ്യൂ ചെയ്യുന്നത് എപ്പോഴും എഴുത്തുകാരൻ സ്റ്റേറ്റിന്റെ ട്രൂത്തിനെ പറയണം, ഫേവറിറ്റിസത്തിന് ഭയപ്പെടാണ്ട് വേണം എഴുതാൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഹിസ്റ്റോറിയന്റെ ഫിലോസഫിനെ പറ്റി എടുത്തെടുത്ത് ബർണി പറയുന്നത് സത്യം, റിലീജിയസ് ആയിട്ടുള്ള മതപരമായ എത്തിക്കലായ സത്യങ്ങളാണ് എഴുതേണ്ടത്, ഹിസ്റ്റോറിക്കൽ അല്ല. ഇനി ഇവിടെ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ബർണിന്റെ റൈറ്റിംഗ്സിലെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് എത്രയുണ്ട്, ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വരുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബർണി എപ്പോഴും തർമൻഷിസ് ഇൻവേഷനെ പറ്റി ചില കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട്, പരാമർശിക്കുന്നില്ല. മുഹമ്മദ് ഹബീബിന്റെ ആർഗ്യുമെന്റില് ബർണി ഇൻആക്യുറേറ്റ് ആയിട്ടുള്ള മുഹമ്മദ് തുഗ്ലക്കിനെ പറ്റിയും ടോക്കൺ കറൻസിനെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പരാമർശിക്കുന്നു. ബർണിയുടെ ഫത്വയില് ജഹാംഗീരില് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മുസ്ലിം സുൽത്താൻസ് ഏത് വിധത്തിൽ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ റിലീജിയസ് സിമിലർലി ഒരു തിയററ്റിക്കലി ബർണി ഫത്വനെ പറ്റിയും റിഫ്ലക്ട് ചെയ്യുന്നത് താരിഖിനെ പറ്റിയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ മൾട്ടിറ്റ്യൂഡ്, നമ്മള് ഓരോ മൾട്ടിറ്റ്യൂഡിൽ എത്രത്തോളം പോകുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ഇനി ഫത്വ പോസ്റ്റിലും എന്തെങ്കിലും വ്യത്യാസം, അപ്പോ സുൽത്താൻമാരുടെ കാലഘട്ടത്തിൽ മുസ്ലിം കിങ് ഏത് വിധത്തിലും എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ബർണിയുടെ അഭിപ്രായം.
ബർണിയുടെ ഡിസയർ ഉണ്ട് ഒരു ഇന്റർപ്രിട്ടേഷൻ. ഫിറോസ് ഷാ വരുമ്പോഴത്തേക്കും ട്വിസ്റ്റഡ് ഇന്റർപ്രിട്ടേഷൻസ് കൊടുക്കുന്നുണ്ട് സെക്കൻഡ് വേർഷൻ ഓഫ് താരിഖില്. കൂടാതെ ഈ സെക്കൻഡ് വേർഷനിൽ ഈ കഥകളൊക്കെ ഒരു എന്താ പറയുക ഉപകഥകളായിട്ടും ആർഗ്യുമെന്റ് ആയിട്ടുമാണ് പറഞ്ഞു വരുന്നത്. സെക്കൻഡ് വേർഷനിൽ ലോഡ് മാതിരിയുള്ള പെർസ്പെക്റ്റീവ്സ്, ബയാസ്ഡ്, നേരത്തെ വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് കാണുന്നുണ്ട്. സുൽത്താൻ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വളരെ പ്രൈസ് ചെയ്താണ്, തുഗ്ലക്കിന്റെ ആക്ഷൻ എല്ലാം പ്രൈസ് ചെയ്ത് പറയുന്നു. മുഹമ്മദിന്റെ എല്ലാവിധമായ പെർസ്പെക്റ്റീവ്സും ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ബർണി ബിലീഫ് എന്താ വെച്ചാല് സിവിയർ പണിഷ്മെന്റിലും, അതായത് ക്രൂരമായ പണിഷ്മെന്റിലും അപ്പോയിന്റ്മെന്റ് ആയ കഴിവില്ലാത്ത ആൾക്കാരെ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സുൽത്താന്റെ കൺട്രോള്, സുൽത്താന് തന്നെ നാണക്കേടാകും എന്നുള്ളതാണ് അഭിപ്രായം. ഇവിടെ ഫിറോസ് ഷാ വരുന്ന സമയത്ത് ആദ്യത്തെ 6 കൊല്ലം എഴുതുമ്പോൾ 2 വേർഷൻ ഉണ്ടായിരുന്നു. ആദ്യത്തെ വേർഷനിൽ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ വളരെ ബ്രീഫായിട്ടും എൻറ്റയർലി 4 ഇയറിൽ, ആദ്യത്തെ 4 ഇയറിൽ ബർണി 1 ചാപ്റ്ററും, രണ്ടാമത്തെ വേർഷനിലാണ് അതിങ്ങനെ 6 ചാപ്റ്ററിലായിട്ട് തിരിഞ്ഞു കിടക്കുകയാണ്. അവിടെയാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിലാണ് എലിമിനേഷൻ ഒക്കെ പറയുന്നതും ഫേവറേറ്റിസത്തിനെ പറ്റിയൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കോൺസെപ്റ്റ്, അങ്ങേരുടെ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഹൈ ബോൺ ലോ ബോൺ, അതും അവിടെ പരാമർശിച്ചു വരുന്നുണ്ട്. ലോ ബോൺ ആയിട്ടുള്ള ക്രിട്ടിക്സിനെ പറ്റി മുഹമ്മദ് തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ഉള്ളത് പരാമർശിച്ചു പോകുന്നു. ഇനി കൂടാതെ ഈ ബർണീന്റെ ഐഡിയ കിങ്ഷിപ്പ്, രാജാവിനെ പറ്റി പറയുകയാണെങ്കിൽ കിങ്ങിനെ പറയുന്നത് പാദ്ഷാ എന്നാണ്. പാദ്ഷാ എന്ന് പറയുമ്പോഴത്തേക്ക് പാദ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ, ക്രിയേറ്റർ ഓഫ് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഹൈബോൺ ആയിട്ടുള്ളവർക്ക് റോയൽറ്റിയില്, വൈസ് റോയൽ ലെവല് രാജാവിന് ഒരു ദൈവത്തിന്റെ പരിവേഷം കൊടുത്തിട്ടാണ് ജലാലുദ്ദീൻ ഖിൽജി പറയുന്നത്. അവ ഇവിടെ റോയലായിട്ട് ജനിച്ചവർക്ക് അത് ദൈവമായിട്ട് കൊടുത്തിട്ടുള്ള പവറാണ് ആൾക്കാരെ ഭരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ സന്തതികൾ എന്നുള്ള ലെവലിൽ അവിടെ ഭരിക്കാമെന്ന്, ആൾക്കാർ ബാക്കിയുള്ളവരെ ഭരിക്കാമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ആ ഡിക്ലൈൻ, ഡൈനാസ്റ്റീസിനെ പറ്റിയും അവരുടെ ജന്മത്തിന്റെ കാരണങ്ങൾ എന്താണെന്നും സ്പ്ലണ്ടർ ആയിട്ടുള്ള ഒരു കിങ്ങിനെ പറ്റിയുമാണ് പരാമർശിച്ചു പോകുന്നത്. ഈ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ റൂളറായിട്ട് വരുന്നത് ഹൈഫൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇവിടെ ക്രോണോളജി, ബർണിയുടെ റൈറ്റിംഗിൽ ക്രോണോളജി എന്ന് പറയുന്നത് എടുത്ത് ഡേറ്റ് വൈസ് എഴുതുന്നതിനാണ് ക്രോണോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ക്രോണോളജിയിൽ എഴുതി വരുമ്പോൾ ഐഡിയ ഓഫ് കോൺസെപ്റ്റ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ക്രോണോളജിക്കും അറേഞ്ച് ചെയ്തത് ഇൻകറക്റ്റ് ആയതുകൊണ്ടും ബർണി ഹിംസെൽഫ് അഡ്മിറ്റ്സ് താരിഖില് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, വിക്ടറിയെ പറ്റിയോ അല്ലെങ്കിൽ റെബല്യനെ പറ്റി ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ ഒരു ക്രോണോളജിക്കൽ സീക്വൻസിലാണ് നമ്മൾ വാർണിംഗ് ആയിട്ട് കൊടുത്ത് എഴുതി പോയിട്ടുള്ളതെന്ന് എടുത്തു പറയുന്നു. ഇനി ബർണിയുടെ എക്കണോമിസ്റ്റ്, അല്ലെങ്കിൽ ബർണി ആസ് എൻ എക്കണോമിസ്റ്റിന്റെ എന്താ വിധത്തിൽ വെച്ചാൽ സോഷ്യൽ സ്റ്റെബിലിറ്റിയും പൊളിറ്റിക്കൽ ഓർഡറും റെഗുലേഷനും പ്രൈസ് കർവിന്റെ റെഗുലേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ് രാജാവിനെന്നാണ് അഭിപ്രായം. അപ്പോൾ ബർണിയുടെ അഭിപ്രായത്തിൽ പ്രൈസ് കൺട്രോൾ, അലാവുദ്ദീൻ ഖിൽജിന്റെ പ്രൈസ് കൺട്രോളും അതേമാതിരി ഫാക്ച്വൽ ആയിട്ടുള്ള കറക്റ്റ്നെസ്സിനും ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. ഇതിൽ കൂടെ ബർണിയുടെ അലാവുദ്ദീന്റെ സൊല്യൂഷൻ, അതായത് ക്രിട്ടിക്കൽ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ മംഗോൾസ് എന്ത് ചെയ്യും എന്നുള്ളതിന്റെ ആ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പരിവേഷം, അല്ലെങ്കിൽ എന്താ പറയാ, അതിനെ പറ്റിയും റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ടാക്സേഷൻ, അഗ്രേറിയൻ ടാക്സേഷനെ പറ്റിയും റിഗറസ് ആയ ഇംപ്ലിമെന്റിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നുണ്ട്. ഇവിടെ റിയൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കൂടെയും അത് പരാമർശിച്ചു പോകുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് റീസൺ ആൻഡ് റാഷണാലിറ്റി ആണ്. ബർണിയുടെ തോട്ടിന് വരുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവിടെ
ജനന സമയത്ത് ഇസ്ലാമിക് വേൾഡില് വളരെ കാര്യമായിട്ടുള്ള ക്രിട്ടിക്കൽ ഉണ്ടായിരുന്നു. ആ ഫത്വയില് അല്ലെങ്കിൽ ആദ്യത്തെ ഫത്വയില് ബർണി ക്ലെയിം ചെയ്യുന്നത് റാഷണലിസ്റ്റ് ആണ്, ഫിലോസഫേഴ്സ് ആയിട്ടാണ് സ്ലോട്ട് ചെയ്യുന്ന വരുന്നു എന്നുള്ളത്. അപ്പൊ ഈ അപ്ലോഡ് ചെയ്ത് വരുന്ന മുസ്താഫിൽസ് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു, മുഹമ്മദ് തുഗ്ലക്കിന്റെ കാരണങ്ങളെ പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്ത് വരുന്നുണ്ട്. ഫിലോസഫിക്കൽ പോയറ്റിക് ആയിട്ടുള്ള ട്രഡീഷനിൽ കൂടെയാണ് ഫിലോസഫി പറഞ്ഞു പോകുന്നത്. അതായത് ഉപമകളും ഇന്റർപ്രിട്ടേഷൻസും വളരെ സ്ട്രോങ് എലിമെന്റ്സ് ആണ് ഭരണിയുടെ ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സിൽ. നറേറ്റീവ് എന്ന് വെച്ചാൽ പറയുക. അപ്പൊ ഭരണീന്റെ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ബാൽബൻ ഉപയോഗിച്ചിരുന്ന ഫോഴ്സ്, അതായത് വാർ എന്നാണ് അതിന്റെ അർത്ഥം. ഫോഴ്സ് എന്ന് പറയുമ്പോൾ വാർ എന്നാണ്. അവിടെ ഓവർത്രോൺ ചെയ്തു വരുന്നത് ഖിൽജി നോബൽസ് ആണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇംഫിരിക്കലില് ഫത്വാം ഭരണി ആർഗ്യൂ ചെയ്യുന്നത് ഡൈനാസ്റ്റിക് റൂളിനെ പറ്റിയാണ്. അതേമാതിരി തന്നെ ഒരാള് മരിച്ച ശേഷം അസാസിനേഷൻ നടന്ന ശേഷമോ അങ്ങേരെ പറ്റി എഴുതുന്ന എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റിയും ഫാമിലീസിനെ പറ്റിയും നൊബിലിറ്റിനെ പറ്റിയും എടുത്തു പറയുന്നുണ്ട് ന്യൂ നൊബിലിറ്റിയില്. അത് ട്രസ്റ്റ് ചെയ്യാൻ, എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. ഇനി ബാൽബന്റെ ക്രിട്ടിക്കലാണ്. ഭരണി ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് ബാൽബന്റെ പോളിസീനെ, ബ്ലഡി ആൻഡ് ബോൾഡ് ആൻഡ് റെസൊല്യൂട്ട്. അത് അത്രയ്ക്ക് താല്പര്യമില്ല. കാരണം ബാൽബന്റെ ആറ്റിറ്റ്യൂഡ് കോൾഡ് ബ്ലഡഡ് മർഡർ ആണ്, ഷേർഖാൻ. അപ്പൊ ഇവിടെ ആർഗ്യുമെന്റിനെ കൗച്ച് ചെയ്തിട്ട് റിലീജിയസ് ആയിട്ട് ഇറ്റ് ഇസ് ഷാരിഖ എന്നാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഹി ഹാസ് ടു ബി ആൻസറബിൾ ബിഫോർ ഗോഡ് ഓൺ ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് ഫോർ സച്ച് ആക്ഷൻസ് എന്ന് പറയുന്നു. ഭരണിയുടെ ലോ ബോൺ ഹൈ ബോൺ എന്നുള്ള ആ ആറ്റിറ്റ്യൂഡിന്, ആ ലോ ബോൺ ഹൈ ബോൺ വോളണ്ടറി ആയിട്ടുള്ള ഹൈ ബോൺ ആണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ഉള്ളത്. ലോ ബോൺ റോയൽ ഫേവേഴ്സ് കിട്ടാൻ പാടില്ല. ആ കോൺസെപ്റ്റ് ആണ് മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അരിസ്റ്റോക്രാറ്റിക് ബർത്ത് വേണമുള്ളവരെ മാത്രം വലിയ വലിയ പോസ്റ്റിൽ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കണം, മദ്രസയിലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ അപ്പോയിന്റ് കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ ബസാറിലുള്ള ആൾക്കാര്, അതായത് സാധാരണക്കാരായ ട്രേഡേഴ്സ്, അവർക്കൊന്നും ഇങ്ങനത്തെ വലിയ വലിയ ലെവലിൽ കിട്ടുന്നില്ല. ഈ കിട്ടാണ്ട് വരുമ്പോഴാണ് സൊസൈറ്റിയിലെ എലൈറ്റ് ആയിട്ടുള്ളവരെ പറ്റി പരാമർശിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ടുള്ള ക്രോണിക്കലിൽ നോക്കുമ്പോൾ ഡീപ്പ് സെൻസ് വരുന്നത് ബിറ്റർനെസ് ആണ്. അതായത് ഒരു ഇഷ്ടക്കുറവ് എന്നുള്ള ലെവലിലാണെങ്കിൽ നമുക്ക് പറയാം. ഭരണി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഒരു ഇൻഡക്ഷൻ കൊടുക്കാനും അപ്സ്റ്റാർട്ട് കിടക്കാനും. തുഗ്ലക് സുൽത്താന്റെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടത്തിൽ എന്നുള്ള ലെവലിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ വരുന്നത് റിലീജിയൻ ഹിസ്റ്ററിയുടെ ഭരണീന്റെ റൈറ്റിങ്സിനെ പറ്റിയാണ്. ഭരണി എഴുതിയിട്ടുള്ള മുസ്ലിം ഹിസ്റ്റോറിയൻ റൈറ്റിങ്സിൽ വളരെ ഖുറാനെ പറ്റിയും പ്രോഫറ്റിനെ പറ്റിയും വളരെ സ്ട്രോങ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല ഭരണി സ്വന്തമായിട്ടുള്ള റിലീജിയസ് സയൻസിനെ ടൈമിനെ പറ്റിയും ഒക്കെ റിസർച്ചും ചെയ്തിട്ടുണ്ട്. ലോ ബേസ്ഡ് ആയിട്ടുള്ളതും ജർമ്മനിനെ പ്രാക്ടീസ് ചെയ്യുന്ന ഷറിയ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിനെ പറ്റിയും എടുത്തു പറയുന്നു. ഇവിടെ അപ്പോൾഡ് ഓഫ് ഫെയ്ത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഷറിയ പ്രിൻസിപ്പിൾസിനെ പറ്റിയും കിങ്ഷിപ്പിനെ പറ്റി, കിങ്ഷിപ്പ് എന്ന് വെച്ചാൽ രാജകീയമായ സ്ഥാനമുള്ളവർ, അപ്പൊ അതിനെ പറ്റിയും എടുത്തു പറയുന്നുണ്ട്. ഫത്വയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് അഡ്വൈസ് എന്നുള്ള ലെവലിൽ മുഹമ്മദ് അഡ്വൈസ് ചെയ്യുന്ന കുട്ടികളെ എന്നുള്ള ലെവലിലാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഷറിയ എൻഫോഴ്സ്മെന്റ്, ഷറിയ എൻക്രോച്ച്മെന്റും എൻഫോഴ്സ്മെന്റ്, ലിക്കർ, മേക്കിംഗ് ഓഫ് ലിക്കർ, മദ്യം ഉണ്ടാക്കുന്നത് സപ്രസ് ചെയ്യുന്നു, പ്രോസ്റ്റിറ്റ്യൂട്ട്സ് മിസ്ട്രൽസ് ബാനിഷ് ചെയ്യുന്നു. അങ്ങനെ അതായത് അവരുടെ കോൺസെപ്റ്റ്, മുസ്ലിം കോൺസെപ്റ്റിനെ വളരെ കാര്യമായിട്ട് സിൻസ് ആർ നോട്ട് വിസിബിൾ ബട്ട് ഇറ്റ് ഷുഡ് ബി ബാൻഡ് എന്നുള്ള ആ ആറ്റിറ്റ്യൂഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അപ്പോൾഡർ ഇസ്ലാമിക് പ്രിൻസിപ്പിൾസിനെ പറ്റി വളരെ കാര്യമായിട്ടും കാഫിർ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രാൻസ്ഗ്രേഷനസ് അല്ലെങ്കിൽ മതഭ്രാന്തിലുള്ള ഇസ്ലാംസിനെ നമ്മൾ കാഫിർ എന്ന് പറയുന്നു, അവരെ പണിഷ് ചെയ്യണം. അപ്പൊ ഷാഫി പ്രിൻസിപ്പിൾസിൽ വഴിയും
കാഫിർ ഇസ്ലാം വഴിയും ഭരണീന്റെ ഓരോ കാലഘട്ടത്തിൽ കൂടെ പറഞ്ഞു പോവാണ് ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ്. അലാവുദ്ദീന്റെ കാലഘട്ടത്തിൽ റിലീജിയസ് ആയ ക്രിറ്റിസിസത്തിൽ കൂടെയും പോകുന്നുണ്ടെന്ന് നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്ത് ഷാരിയയിൽ കൂടെ നമുക്ക് പോകുന്നു. ഇതപ്പം നമ്മുടെ ഹിസ്റ്റോറിയൽ എല്ലാം കൂടെ അത് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ നോക്കുമ്പോൾ പറയാൻ പറയും അൺബയാസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഹിസ്റ്ററിന്റെ പറ്റി ഇന്റർപ്രിട്ടേഷൻസ് വളരെ ഫാക്ച്വൽ ആയിരിക്കണം, റിലീജിയസ് ആയിരിക്കണം. ഭരണി കോൺഷ്യസ് ആണ് ടർക്കിഷ് ലിങ്കേജിനെ പറ്റി, അതായത് പരമ്പരയെ പറ്റി, ലിങ്കേജിനെ പറ്റി വളരെ കോൺഷ്യസ് ആണ്. സ്കോളർഷിപ്പ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അതേമാതിരി റോയൽ ഫ്ലേവർ ഉള്ളവരും പഠിച്ചാൽ മതി എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരാളാണ് ഭരണി എന്ന് നമുക്ക് പറഞ്ഞ് ഇത് ഈ ഭരണിയെ പറ്റിയുള്ളത് വൈൻഡപ്പ് ചെയ്യാണ്. അല്ലെങ്കിൽ അടുത്ത ക്യാരക്ടർ അല്ലെങ്കിൽ അടുത്ത ഹിസ്റ്റോറിയനായ മുഹമ്മദ് ഖാസിം ഫെരിസ്ത, ഈ മുഹമ്മദ് ഖാസിം ഫെരിസ്തയുടെ റൈറ്റിങ്ങിനെ പറ്റിയാണ് നമ്മൾ യൂണിറ്റ് 13 പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഫെരിസ്താന്റെ ഗുൽഷൻ ഐ എബ്രാഹിമി അല്ലെങ്കിൽ തരീഖ ഐ ഫെരിസ്ത, അത് പേർഷ്യൻ ലാംഗ്വേജ്, പേർഷ്യൻ ക്രോണിക്കൽ ആണ്, ചരിത്രമാണ്. ഇതിനെപ്പറ്റി എഴുതി വന്നിട്ടുള്ളത് ഡെക്കാണി സുൽത്താനേറ്റ് ബീജാപ്പൂരിലുള്ള 17ാം സെഞ്ചുറിയിൽ ഉള്ള ഹിസ്റ്ററിയോഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ്. ഇവന്റ്സും ഡൈനാസ്റ്റീസും ഗൽവനേഡ് മുഹമ്മദ് 11ാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള ടൈം ഓഫ് ഫെരിസ്താസ് എന്ന് പറഞ്ഞ് പേറ്റേൺ ചെയ്യുന്നു. ഇവിടെ ബീജാപ്പൂരിലെ ഇബ്രാഹിം ആദിൽ ഷാ വേറൊരു റിട്ടേൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് മുഗൾ ഡൈനാസ്റ്റിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ആ പരാമർശത്തിൽ കൂടിയാണ് നമ്മൾ അക്ബർനാമ അൻ ഐ അക്ബരി ഇത് കാണാൻ സാധ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് പേർഷ്യൻ ഹിസ്റ്റോഗ്രാഫി, പേർഷ്യൻ സ്റ്റൈലിലുള്ള ഹിസ്റ്റോഗ്രാഫി, ഇന്ത്യൻ സബ് കോണ്ടില് കംപ്ലീഷൻ നടത്തുന്നത്, ഇന്ത്യൻ സബ് കോണ്ടിലും സർവൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്, ടെസ്റ്റിഫൈസ് ഒക്കെ കൊടുക്കുന്നത് ഇവിടെയാണ്. ഇതിൽ ഹിസ്റ്ററി ഓഫ് ഫെരിസ്താല് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടത് അലക്സാണ്ടർ ഡോവ് ആണ്. 1768 1772 പിന്നെ ജോൺ ബ്രിക്സ് കൊടുക്കുന്നത് 1829 സെമിനൽ ടെക്സ്റ്റ് പെർസെപ്ഷൻ വന്ന് ഇന്ത്യൻ എൻലൈറ്റൻഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സിന്റെ കഥകളാണ് അവിടെ പറയുന്നത്. ഹിസ്റ്ററി റൈറ്റിംഗ് ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ അറൗണ്ട് 1600 ഇന്ത്യയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള റൈറ്റിംഗ് ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം. ഹിസ്റ്റോഗ്രാഫി എഴുതിയിട്ടുള്ളത് പേർഷ്യൻ ലാംഗ്വേജിലും മുസ്ലിം പൊളിറ്റിക്കൽ യൂണിറ്റ്സിനെ പറ്റി സബ് കോണ്ടിനെന്റ് ആയ ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്വസ്റ്റിനെ പറ്റിയാണ് പറയുന്നത്. ജിനവാദിന്റെയും അതേമാതിരി തന്നെ താരിഖിലും പ്രിസർവ് ചെയ്യുന്നു. ഈ ക്രോണിക്കിൾസ് അല്ലെങ്കിൽ ചരിത്ര കഥകളൊക്കെ ക്രോണിക്കിൾസില് മുഹമ്മദ് സുൽത്താന്റെ കാലഘട്ടത്താണ് എഴുതുന്നതും. അതിന് ഡൽഹി സൾട്ടനേറ്റ് പീരീഡാണ് 13-14 സെഞ്ചുറികൾ. അതാണ് സെഞ്ചുറി കാലഘട്ടം, ഏത് കാലഘട്ടത്തിൽ എഴുതുന്നു എന്നുള്ളത്. താരിഖായി നസ്രാനി ബക്കർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഹിസ്റ്റോറിയൻസ് എഴുതുന്നത് മുഗൾ എംപറേഴ്സ്, അതായത് ഫെരിസ്ത ടൈം വളരെ കാര്യമായിട്ട് എഴുതി വരുന്നത് ആ കാലഘട്ടത്തിലാണ്. അപ്പൊ മുഗൾ എംപയറിലെ ഫത്തേപൂർ സിക്രിയിലാണ്, ഡൽഹിയിലാണ്, ലാഹോർ മാത്രമല്ല സബ് കോണ്ടിനെന്റ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സെന്റർ, ലേണിംഗ് സെന്ററും ആർട്ട് സെന്ററും ഒക്കെ ഹുമയൂണിന്റെ സൺ അക്ബറിന്റെ കാലഘട്ടത്തിലാണ് പറഞ്ഞു വരുന്നത്. ആ കാലഘട്ടത്തിൽ സൾട്ടനേറ്റില് ഗുജറാത്തിലും ബംഗാളിലും ഡെക്കാൻ പ്ലാറ്റൂയിലുമാണ് കൂടുതലായിട്ട് ഇന്റർലോക്ക് ചെയ്ത് പോകുന്ന. അതായത് ഇന്റർലോക്കിംഗ് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാം ഇന്ത്യൻസും മുസ്ലിംസിന്റെ കൾച്ചറിൽ മിങ്കിൾ ചെയ്ത് പോകുന്നു എന്നുള്ള വേണമെങ്കിൽ ആ അഭിപ്രായത്തിൽ കൂടെ നമുക്ക് പോരാവുന്നതാണ്. എമർജ് ചെയ്യുന്നത് എന്താ വെച്ചാൽ 1490 മുതൽ 1686 വരെ ആദിൽ ഷാഹി ബീജാപ്പൂരില് വളരെ ലേറ്റ് ആയിട്ടുള്ള 15ാമത്തെ സെഞ്ചുറിയും ആഡ് ചെയ്തിട്ടുള്ള മുഗൾ കോൺക്വസ്റ്റുമാണ് ഫെരിസ്തയുടെ ഫസ്റ്റ് ആയ ക്രോണിക്കലിൽ കാണുന്നത്. ഇനി ഫസ്റ്റ് ക്രോണിക്കലിൽ കൂടെ അബ്രഹാം പേട്രൺ ആരാണ്? ഫെരിസ്ത ആൻഡ് ഇബ്രാഹിം ഷാ. അപ്പോ മുഹമ്മദ് ഖാസിം അബ്രാസി മുസ്ലിം ഓറിജിനേറ്റിംഗ് ഇറാനിൽ നിന്ന് ജന്മം കൊണ്ട ഇവിടെ വന്ന് കുറച്ചു കാലം താമസിക്കുന്നു 1572.
ഈ കാലഘട്ടത്തിൽ രണ്ട് ഡക്കാൻ സാൾട്ടനേറ്റ് ആണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്ന് അഹമ്മദ് നഗറും പിന്നൊന്നും ബീജാപ്പൂറും. ഈ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ വളരെ അഹമ്മദ് നഗറിലെ ഗുലാം അലി റോയൽ ടീച്ചറായിരുന്നു. അതേമാതിരി പ്രിൻസ് മിറാൻ ഹസാൻ, നിസാം ഷാ. ഇപ്പൊ ഫെരിസ്തയുടെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ആ അഹമ്മദ് നഗറിൽ യങ് ഏജിൽ തന്നെ ഒരു ഓഫീസർ ലെവലിലേക്ക് പോവാണ്. ആ ഓഫീസർ ലെവലിലേക്ക് പോകുമ്പോൾ ആ പേട്രണേജ് കിട്ടിയിട്ടുള്ള അസാസിനേഷൻ അല്ലെങ്കിൽ അഹമ്മദ് നഗറിലെ ബീജാപ്പൂരിന്റെ 1589 സുൽത്താൻ ബീജാപുരി സുൽത്താന്റെ ഇബ്രാഹിം ആദിൽ ഷാ ടൂവിന്റെ ആർമിയിൽ സർവീസിൽ കയറുന്നു. ഇതേ വർഷം തന്നെ ഫെരിസ്ത അഗെയിൻ ഇൻവോൾവ് ആവുന്നത് കോൺഫ്ലിക്റ്റിലാണ്. രണ്ട് സാൾട്ടനേറ്റ് ആണ് നാരമായിട്ടുള്ള ഒരു ഡെത്തിന്റെ ഒരു എസ്കേപ്പ് കിട്ടുന്നത്. ഇബ്രാഹിം ആദിൽ ഷാ ഒരു ഡിപ്ലോമാറ്റായിട്ട് ആക്ട് ചെയ്താൽ കൂടിയും അങ്ങ് ഓവർലോഡ്ഷിപ്പ് കാരണം ഹസ്ബൻഡ് ഫ്യൂച്ചർ ഹസ്ബൻഡ് ഓവർലോഡിന്റെ ഡോട്ടർ കൂടെ അക്കമ്പനി ചെയ്തു പോവുകയാണ്. മുഗൾ പ്രിൻസ് ദനിയാൽ, സൺ ഓഫ് മുഗൾ എംപറർ അക്ബറിന്. ഇപ്പൊ ഇവിടെ ഇയർ ഓഫ് ഫെരിസ്ത നമുക്ക് അറിയില്ലെങ്കിൽ കൂടെയും ഡെത്തിനെ പറ്റി നമുക്ക് അറിയില്ലെങ്കിൽ കൂടെയും അവിടെ രണ്ട് വർക്കിനെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട് ഫെരിസ്തയുടെ. ആ വർക്ക് എന്താന്ന് വെച്ചാൽ ഒന്ന് വർക്ക് ഓൺ മെഡിസിൻ ആണ്, ടൈറ്റിൽഡ് ദാസ്തൂർക്ക അൽ അത്തീബ. പിന്നൊന്ന് ഹിസ്റ്ററിയെ പറ്റി ഗുൽഷൻ ഐ ഇബ്രാഹിം. ഇങ്ങനെ രണ്ട് വർക്കിനെ പറ്റി ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫെരിസ്ത, ഹിസ്റ്ററി ഓഫ് ഫെരിസ്തയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതി കൂട്ടാം. ഇനി ഫെരിസ്താന്റെ പേട്രൺ എന്ന് പറയുന്നത് ഇബ്രാഹിം ആദിൽ ഷാ. ആ ആദിൽ ഷാന്റെ ബീജാപ്പൂർ തൊട്ടുള്ള ഒരു 1490 മുതൽ 1686 വരെയുള്ള പ്രൊമോട്ടിംഗ് ആർട്സ് ആണ് ആ സമയത്ത് നടക്കുന്നത്. ഹാഫ് എ സെഞ്ചുറിയാണ്. ഈ ഗെയിം അല്ലെങ്കിൽ പേരും ആ ബുക്കിൽ എഴുതിയിട്ടുള്ള കിതാബ് കി നവറാസ്, ഇതിൽ പുസ്തകം മുഴുവൻ പാട്ടാണ്. ദക്കിനി എന്ന് പറഞ്ഞ ലാംഗ്വേജിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇപ്പൊ ഫെരിസ്തന്റെ ഇബ്രാഹിം ആദിൽ ഷാ 2 പ്രൊമോട്ട് ചെയ്യുന്നത് പേർഷ്യൻ പോയറ്റ്സിനെയാണ്. അതിന്റെ പേർഷ്യൻ പോയറ്റ്സും അവരുടെ കോർട്ടിൽ, അതായത് രാജകൊട്ടാരത്തിൽ എഴുതി വരുമ്പോഴത്തേക്കും ഒരു ഉപമ എന്നുള്ള ലെവലിലാണെങ്കിൽ പരിചയപ്പെടുത്തുന്നതും അങ്ങനെ തന്നെ ഇതാണ്. ഇതിന്റെ മിനാ ബസാർ അല്ലെങ്കിൽ മാലിക് വൈന്റെയും അക്ബറിന്റെ കാലഘട്ടങ്ങളിൽ മോഡേൺ ആയിട്ടുള്ള മുർഹാർസാന അസർ പോയറ്റ്, പേർഷ്യൻ പോയറ്റ് ആണ് അത് എഴുതിയിട്ടുള്ളത്. അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളത് കോർട്ട് ഓഫ് ബീജാപ്പൂർ, അവിടെയാണ് ഇതിനെപ്പറ്റി പരാമർശം വരുന്നത്. ഇനി ഹിസ്റ്ററി ഓഫ് ഫെരിസ്തന്റെ ക്രോണിക്കൽസിൽ അല്ലെങ്കിൽ ചരിത്ര താളുകളിൽ ഗസിനബാദ് ഡൈനാസ്റ്റിനെ പറ്റി 11ാമത്തെ സെഞ്ചുറിയിൽ പറയുന്നു. 17ാമത്തെ സെഞ്ചുറി വരെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. കൺക്ലൂഡിങ് ചാപ്റ്റർ ഉണ്ട്. 12 ഭാഗങ്ങൾ അല്ലെങ്കിൽ 12 ഭാഗമായിട്ട് പിരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടിയാണ് ഫെരിസ്ത ഇൻക്ലൂഡ് ചെയ്യുന്നത് നോൺ മുസ്ലിംസിനെയും ഒരു ഡിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ഇതിൽ കാണുന്നത്. 12 മക്വൽസ് വളരെ ക്ലിയർ ആയിട്ട് മുസ്ലിം ഡൈനാസ്റ്റീസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിനെ പറ്റി എടുത്ത് പരാമർശിക്കുന്നു. അതേമാതിരി തന്നെ ഗസനീസ് ഇൻ ലാഹോർ, അതേമാതിരി തന്നെ സെക്കൻഡ് മക്വാല ഡൽഹി സാൾട്ടനേറ്റിനെ പറ്റിയും മുഗൾ എംപറേഴ്സിനെ പറ്റിയും ഹുബിയോൺ അക്ബറിനെ പറ്റിയും ഒക്കെ പരാമർശിച്ചു വരുന്നുണ്ട്. 3ാമത്തെ മക്വാല അതെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ഡക്കാൻ സാൾട്ടനേറ്റ് ആണ്. ബ്രാഹ്മണീസും ബാക്കിയുള്ള ആദിൽ ഷാസ്, നിസാം ഷായിസ് ഇവരെയൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ പറഞ്ഞ ഓരോ ചാപ്റ്ററിലായിട്ട് പറഞ്ഞു അവസാനിപ്പിക്കുന്നുണ്ട്. 8 മക്വാലാസ് ഉണ്ട്, 8 ചാപ്റ്റേഴ്സ് ഉണ്ട് ഡെസെപ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഗുജറാത്ത്, മാൽവ, ബർണാപൂർ, ബംഗാൾ, ജാൻപൂർ, സിദ്ധ്, തട്ട, മുൾട്ടാൻ, കാശ്മീർ ആൻഡ് മലബാർ. അപ്പൊ ഫെരിസ്ത എൻഡ് ചെയ്യുന്ന ഡൈനാസ്റ്റിയില് ഹിസ്റ്ററിയിൽ ഹോൾഡ് ചെയ്ത് വരുന്നത് ഹോളി മുസ്ലിംസിന്റെ കാലഘട്ടം. ബുക്ക് എൻഡ് ചെയ്യുന്നത് ഒരു ഫൈനൽ ചാപ്റ്റർ കട്ടിമ എന്ന് പറയും. ആ ഫൈനൽ ചാപ്റ്ററിൽ വരുന്നത്
അക്കൗണ്ട് ആണ്. കണ്ടീഷൻസ് ഓഫ് ഹെവൻലി റെപ്രസെന്റിങ് ഹിന്ദുസ്ഥാനെ പറ്റിയുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. അതേമാതിരി ഫെരിസ്തയുടെ ഹിസ്റ്ററിയെ പറ്റി കൺസേൺ ചെയ്യുകയാണെങ്കിൽ എല്ലാ ബുക്കും കണ്ടംപററി ആയിട്ടുള്ള താരിഖ് അൽബറാനി ഡിവൈഡ് ചെയ്യുന്നു 2 ഭാഗമായിട്ടും 9 പാർട്ടായിട്ടും. അതേമാതിരി ഒരു കൺക്ലൂഡിങ് പാർട്ടുണ്ട് കാട്ടിമ. ഇതേമാതിരി തീമാറ്റിക് ആയിട്ടുള്ള തബഖി അൽ അക്ബറി ഇതിൽ മുസ്ലിം ഹിസ്റ്ററി ഇൻ ഇന്ത്യനെ പറ്റി എടുത്ത് പരാമർശിക്കുന്നു. അതേമാതിരി ഗസ്നവിന്റെ ഫസ്റ്റ് തക്വയില് റോയൽറ്റി ലോക്കൽ ഡൈനാസ്റ്റി മുൾട്ടാനിൽ ഉള്ളതും ഇൻകംപ്ലീറ്റ് ആയുള്ള കറ്റ്മയില് പറയുന്നത് ക്രോണിക്കൽസില് ടോപ്പോഗ്രാഫിക്കൽ ഡിസ്ക്രിപ്ഷൻ, അതായത് ഇന്ത്യയുടെ ടോപ്പോഗ്രാഫി എന്ന് വെച്ചാൽ ചരിത്രമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. അതും പ്രത്യേകിച്ച് അക്ബർ, മുഗൾ എംപറർ അക്ബറുടെ ക്രോണിക്കലിന് നെയിം കൊടുക്കുന്നുണ്ട്. ഹിസ്റ്ററിയിൽ എടുത്തെടുത്ത് ഹിസ്റ്റോഗ്രാഫിയിൽ ഇസ്ലാമിക് കിങ്ഡംസിന് ഇന്ത്യയിൽ 1600 ഏകദേശം ഇന്ത്യയിൽ കടന്ന കോൺസെപ്റ്റിനെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. ഇനി ഫരിസ്ത കോൺസെപ്റ്റ് ഓഫ് ഹിസ്റ്ററി എന്താന്ന് വെച്ചാൽ ഇവിടെ യൂറോപ്യനും ഇസ്ലാമിക് വേൾഡിനെ പറ്റി ഫരിസ്ത പറയുന്നുണ്ട്. ഗ്രേറ്റ് ആൾക്കാരായ മെൻ, അതായത് രാജാവിനെ പറ്റി, പ്രിൻസിനെ പറ്റി, നോബിളിനെ പറ്റി, അതിനെപ്പറ്റിയാണ് സെന്റർ ഓഫ് ഹിസ്റ്ററിയിൽ വരുന്നത്. എക്സ്പ്ലനേഷനിൽ വരുമ്പോൾ ഹിസ്റ്റോഗ്രാഫിക്കല് റൈറ്ററെ പറ്റി അല്ലെങ്കിൽ യൂഷ്വലായിട്ട് എഴുതുന്ന റൂളറെ പറ്റിയും കോടതിയിൽ അല്ലെങ്കിൽ അവരുടെ കോർട്ട് എന്ന് വെച്ചാൽ രാജകൊട്ടാരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, വസീറിനെ പറ്റിയും പ്രിൻസസിനെ പറ്റിയും ആയിരിക്കും എഴുതുക. സാധാരണ ക്രോണിക്കൽസില് ഇവിടെ നോൺ അരിസ്റ്റോക്രാറ്റിക് ക്ലാസസിലുള്ള ജനിച്ചവരെ പറ്റിയോ സാധാരണക്കാരായ ക്രാഫ്റ്റ്സ്മാനെ പറ്റിയോ സിമ്പിൾ ആയിട്ടുള്ള പെസന്റിനെ പറ്റിയോ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പരാമർശം. അപ്പോ സെക്കൻഡ് റീസണിൽ നമ്മൾ നോക്കുന്നത് എന്താണ്, ചരിത്രപരമായ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഫരിസ്തയുടെ എപ്പിസോഡില് ഗസവൻ സുൽത്താന്റെ അസ്ട്രോളജറായ അബു റയാൻ ബരനീറ്റിനെ പറ്റി പരാമർശിക്കുന്നു. അതിൽ ആ ബിഹേവിയർ, എക്സംപ്ലറി ആയിട്ടുള്ള ബിഹേവിയർ, രാജാക്കന്മാരുടെ കോർട്ടിൽ ഉള്ള താമസിക്കുന്നവരുടെ വളരെ പഞ്ച് ലൈനായിട്ട് അല്ലെങ്കിൽ വളരെ കാര്യമായിട്ടും ഇൻഡീസെന്റ് ബിഹേവിയറിന്റെ പറ്റി സുൽത്താനോട് പെരുമാറിയതിനെ പറ്റിയും അസ്ട്രോളജിക്കൽ കാൽക്കുലേഷനെ പറ്റിയും അതിന്റെ ബേസിൽ സുൽത്താൻ പ്ലാൻ ചെയ്തിട്ടുള്ള പ്ലാൻസിനെ ആക്ഷനെ പറ്റി ഡെലിബറേറ്റ് ആയിട്ട് മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോ മിസ്ലീഡ് ചെയ്യുമ്പോഴത്തേക്ക് അപ്പാരന്റ്ലി ഫ്ലാറ്ററി, അത് ഫ്ലാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം മുഖസ്തുതി പറയാ, പ്രൈസ് ചെയ്യുക, ക്രിറ്റിസിസത്തിന് പകരം പ്രൈസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് ഇൻ പെർഫെക്റ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സിൽ. അതേമാതിരി ഇവിടെ ഒരു പോയിന്റില് സ്റ്റോറി ഓഫ് സുൽത്താൻ മുഹമ്മദ് അറിന് ഓപ്പൺ ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ സുൽത്താൻ ഫിറാസിന്റെ കോടതിയിൽ അല്ലെങ്കിൽ കോർട്ടിൽ ഹയർ പർപ്പസിനെ പറ്റിയും എടുത്ത് പരാമർശിക്കുന്നുണ്ട്. അക്വസ്റ്റം ആയിട്ടുള്ളത് സൈലന്റ്, വളരെ കുറച്ചായിട്ടുള്ള ക്രിറ്റിസിസം, അതായത് പരാമർശങ്ങൾ ഏതെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ഷുഗർ കോട്ടിംഗ് വിധത്തിലാണ് അവര് പറഞ്ഞു പോകുന്നത്. ട്രാൻസ്മിറ്റിംഗ് ചെയ്യുന്നത് ഉപകഥകൾ കൂടെയാണ്. ആ ഉപകഥകൾ കൂടെയാണ് ഇബ്രാഹിം ആദിൽ ഷാ അക്സെപ്റ്റ് ചെയ്യുന്നതും കോർട്ട് ബിഹേവിയറും. അതേമാതിരി തന്നെ ഓരോ കോടതിയിലും ഡിഗ്നേറ്ററീസ് ക്രിറ്റിസിസത്തിനെ, സുൽത്താനെ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ആ സുൽത്താന്റെ കഥകളെ പറ്റി ഹിസ്റ്ററിയിലൊക്കെ പറയുമ്പോൾ പേർഷ്യൻ പോയട്രിയിലും ഡയറക്റ്റ് സ്പീച്ചിലും കണ്ടംപററി അപ്പോറിസം ഉണ്ട്. അപ്പൊ ഫരിസ്തയുടെ ഹിസ്റ്ററിയില് മെസ്സേജസ് എന്താ പറയുന്നത് വെച്ചാൽ റൈറ്റ് ബിഹേവിയർ എടുത്തിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ റൈറ്റ്യസ് ആയിട്ടുള്ള മനുഷ്യന്മാർ എന്ന വിക്കഡ് ആയിട്ടുള്ള അൺസ്ക്രൂപ്ലസ് രാജാക്കന്മാരെ പറ്റി പറയുന്നു. ഹിസ്റ്ററിയില് ഫരിസ്ത ഒരു കാരണം റിപ്പീറ്റ് ആവുന്ന സോഴ്സസിനെ പറ്റി പറയുന്നുണ്ട്.
ഈ സോഴ്സസ് എത്രത്തോളം കമ്പൈൽ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഹിന്ദു എപ്പിക്കായ മഹാഭാരതത്തിൽ നിന്നും എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കൂടെയുണ്ട്. അപ്പൊ ഇനി ടൈം ആൻഡ് ക്രോണോളജി, എത്ര വിധത്തിൽ ടൈം, ഏതൊക്കെ ടൈം ആൻഡ് ക്രോണോളജി എന്ന് പറയുമ്പോൾ ആ ഫുൾ നെയിം, ഇൻട്രൊഡക്ഷൻ ഓഫ് ലൈഫില് പ്രീ ഹിസ്റ്റോറിക് ഇസ്ലാമിക് ഹിസ്റ്ററി, സാൻസ്ക്രിറ്റ് എപ്പിക്കായ മഹാഭാരതത്തിൽ എടുത്തിട്ടുള്ള തേർഡ് സെഞ്ചുറിയും എടുത്തിട്ടുള്ള സാൻസ്ക്രിറ്റ് ഇൻഡോ പേർഷ്യനും അതേമാതിരി ട്രാൻസ്ലേറ്റേഴ്സ് കമ്മീഷൻ ചെയ്യുന്നുണ്ട് അക്ബറിന്റെ കാലത്ത് 1582. ഈ ട്രാൻസ്ലേഷൻ പ്രോജക്റ്റിൽ കൂടെ വളരെ സ്കോളേഴ്സ് ആയിട്ടുള്ള പേർഷ്യൻ ആൻഡ് ലാംഗ്വേജ് പഠിച്ചിട്ടുള്ള സ്കോളേഴ്സ് ആണ് മഹാഭാരതത്തിന്റെ ടൈറ്റില് റംസ്മാന എന്ന് പറഞ്ഞിട്ട് അക്ബറിന്റെ കാലഘട്ടത്തിൽ ട്രാൻസ്ലേഷനെ പറ്റിയും പ്രോസ് ട്രാൻസ്ലേഷനെ പറ്റിയും പാർഷ്യലായ ട്രാൻസ്ലേഷനെ പറ്റിയും അബ്ദുൽ ഫയാസ് പറയുന്നുണ്ട്. ഫയാസിന്റെ ബ്രദറായ അബ്ദുൽ അൽ ഫസമി റോയൽ ട്യൂട്ടർ ആയിരുന്നു എംപറർ സലിമിന്. അപ്പോ മുർദാദ്, ദനിയൽ ഇവരെ പറ്റിയും പറഞ്ഞു പോകുന്നുണ്ട്. ഇസ്ലാമിക് ഫെരിസ്തയുടെ അഡ്രസ്സസിൽ കൂടെ മഹാഭാരതത്തിലെ കോർട്ടിൽ ബിഗിനിങ്ങിൽ എന്തൊക്കെ നടന്നു, ഏതൊക്കെ വിധത്തിലാണ് ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ആ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ജോൺ ബ്രിക്സ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1829 ഇനി ഇതിന്റെ കാലഘട്ടത്തിൽ ഈ മഹാഭാരതത്തിന്റെയും കോമൺ പാറ്റേൺസിൽ റിലീജിയസ് ആയിട്ടുള്ള ജിഹാദിനെ പറ്റിയും അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള 4 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള യുഗത്തിനെ പറ്റി പറയുന്നു. സത്യയുഗ, ത്രേതായുഗ, ദേവപാരായുഗ, പിന്നെ കലിയുഗ. മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ളതിനെ പറ്റി റിലേഷൻസ് ബിറ്റ്വീൻ മുസ്ലിംസിനും നോൺ മുസ്ലിംസിനെ പറ്റി പരാമർശിച്ചു പോകുന്നുണ്ട്. കൂടാതെ നോൺ മുസ്ലിം ഓതേഴ്സ് ഹിസ്റ്റോഗ്രാഫിക്കൽ ഈവൻ നമ്മളുടെ ഹിന്ദു ചരിത്രത്തിനെ അവര് അമീർ ഖുസ്രു ഒക്കെ വളരെ കാര്യമായിട്ട് അഭിനന്ദിച്ചിരുന്നു, അല്ലെങ്കിൽ അവര് നോക്കിയിരുന്നു എന്നാണ്. ഹിന്ദു സൈക്കിൾസ്, അതായത് ബിഗിനിങ് ക്രോണോണിക്കൽ ഓർഡറിൽ, അതായത് ഇയർ ആഫ്റ്റർ ഇയർ ഇതിനെ ബിലീഫ്, ഹിന്ദു ബിലീഫിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നുണ്ട്. കൂടാതെ ഇനി സോഴ്സസ് നോക്കാം. ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കുമ്പോൾ സോഴ്സസ് ആണ് ട്രഡീഷണൽ പാറ്റേൺസ്. ഫരിസ്താന്റെ സോഴ്സസ് മുഴുവൻ ട്രഡീഷണൽ പാറ്റേൺ ഹിസ്റ്റോഗ്രാഫിയിൽ കിട്ടുന്ന ആ ട്രഡീഷണൽ പ്രാക്ടീസിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് എവിടെ തുടങ്ങുന്നു? തുടങ്ങാൻ പറ്റാത്തത് അഹമ്മദ് നഗറിൽ. അങ്ങേര് അഹമ്മദ് നഗറിൽ താമസിക്കുന്ന കാലത്ത് സോഴ്സസ് കിട്ടിയില്ല, എഴുതാൻ വേണ്ട ഡാറ്റ കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ സീസൺ മാറ്റി, അല്ലെങ്കിൽ ബീജാപ്പൂരിലേക്ക് അവിടെ നിന്ന് പോവാൻ 1589 അവിടെ പേട്രണൈസ് ചെയ്യുന്നത് ഇബ്രാഹിം ആദിൽ ഷാ. അപ്പൊ ഈ ആദിൽ ഷാ വളരെ സ്ട്രോങ് ആയ റീഡറാണ്, ഹിസ്റ്ററി ബുക്സിന്റെ റീഡറാണ്. അപ്പൊ ബീജാപ്പൂരില് ഈ റൈറ്റിങ്ങിന് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് എഴുതുകയാണ്. അപ്പൊ പരിസ്ഥ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പൈൽ ചെയ്ത് ആദ്യത്തെ കംപ്ലീഷൻ വെർഷൻ വരുന്നത് 1606-7 സെക്കൻഡ് വെർഷൻ 1609-10 ഇബ്രാഹിം ഖാന്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇത് എഴുതി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ആയിട്ട് ഈ കളക്ഷൻ ഹിസ്റ്ററിക്ക് വേണ്ട ആക്സസ് എല്ലാം കൊടുക്കുന്നു. സെക്കൻഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ടേൺ ഇവന്റ്സ് എങ്ങനെ വരുന്നു എന്നുള്ളത് എഴുതി വരിക. മൂന്നാമതായിട്ട് പറയുമ്പോൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. അത് എവിടെ നിന്ന് വന്നു, സ്വന്തം പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പൊ ഈ പിന്നെ വരുന്നത് യൂറോപ്യൻ പെർസെപ്ഷൻസ് ആണ്. ക്രോണിക്കലിൽ ഏത് വിധത്തിലാണ് യൂറോപ്യൻ പെർസെപ്ഷൻസ് ആയിട്ടും കണക്ഷൻ വരുന്നത്? അത് ആ പാസേജ് വരുന്നത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിലാണ് 1750. ഇതിനുശേഷം ഇസ്ലാമിക് ഹിസ്റ്ററിയും ഇസ്ലാമിക് റൂൾ ഇൻ ഇന്ത്യ ആ കാലഘട്ടം എടുത്തു. സാൻസ്ക്രിറ്റിൽ ഫെരിസ്തയ്ക്ക് സാൻസ്ക്രിറ്റ് അറിയില്ല, പക്ഷെ നോളേജ് പാസേജ് മഹാഭാരതത്തിൽ നിന്നൊക്കെ കോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഹിസ്റ്ററിയിലെ ഇന്ത്യൻ ലാൻഡിന്റെ ഹിസ്റ്ററിയെ പറ്റി, ഫസ്റ്റ് മുസ്ലിം കോൺക്വസ്റ്റിനെ പറ്റിയൊക്കെ എടുത്ത് പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മുഴുവനും
അവരുടെ സോഴ്സും അവരുടെ യൂസേജുമാണ്. ഇതോടുകൂടി ഈ ലെസൺ അങ്ങോട്ട് തീരുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത ചാപ്റ്ററായ ഇൻസ്ട്രുമെന്റൽ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ അബ്ദുൽ ഫസലിനെ പറ്റിയാണ് പറയുന്നത്. യൂണിറ്റ് 14 അബ്ദുൽ ഫസലിനെ പറ്റി പറയുന്നു. അബ്ദുൽ ഫസൽ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയായിരുന്നു അപ്രോച്ച്, ഹിസ്റ്ററിക്ക് എഴുതുന്ന അബ്ദുൽ ഫസലിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അക്ബർ നാമ എന്നാണ്. അപ്പൊ അക്ബർ നാമന്റെ കാലഘട്ടത്തിൽ അബ്ദുൽ ഫസൽ 1551 മുതൽ 1602 വരെ ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിയൻ ആണ്. ഒഫീഷ്യലി ഹിസ്റ്റോറിക്കൽ ഡയലോഗ് കൊടുത്തിട്ട് കൺവെൻഷൻ അല്ല, പരമ്പരാഗതമായ കൺവെൻഷൻ ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ആണ്. വളരെ പഠിച്ചിട്ടുള്ള സ്കോളറാണ്. മാത്രമല്ല ഈ പഠിച്ച സ്കോളർ മാത്രമല്ല, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൂടുതലുണ്ട്. ആ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൂടുതലുള്ളത് കൊണ്ട് അറഗൻസും കൂടുതലുണ്ട്, ഈഗോയിസ്റ്റിക്കും കൂടിയാണ്. അറഗൻസ് വന്ന് തലക്കണം. അപ്പോൾ അക്ബർ നാമ എഴുതാനായിട്ട് ഇമ്പീരിയൽ സർവീസിൽ ജോയിൻ ചെയ്യുന്നത് മോണിമെന്റൽ വർക്കായിട്ടാണ് അക്ബർ നാമ എഴുതുന്നത്. ഇതില് അക്ബറിന്റെ ഇഷ്യൂ ചെയ്യാൻ ഒരു ഓർഡർ, എല്ലാരോടും ഓർഡർ എഴുതാൻ പറയും. ആ അക്ബറിന്റെ കാലഘട്ടത്തിൽ ഒരു ഓർഡർ കൊടുക്കുന്നു. അക്ബർ 46 ആൾക്കാരുണ്ട്. അൽ അബരി സ്റ്റേറ്റ്മെന്റ്, എംപയറിന്റെ എന്തൊക്കെ നടന്നു, ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നു. ഈ ഗസറ്റിൽ കൂടിയാണ് അക്ബർ എല്ലാരോടും അവനവന് ആ ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടി പറയാണ്. അങ്ങനെ വന്നിട്ടാണ് അബ്ദുൽ ഫസൽ അക്ബറിനെ ഒരു ഇന്നോവേഷൻ ടു ഗോഡിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ പേർഷ്യൻ ട്രാൻസ്ലേഷൻ മഹാഭാരതത്തിൽ കൂടെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ദൈവദൂതൻ എന്നുള്ള ലെവലിലാണ് അബ്ദുൽ ഫസൽ അക്ബറിനെ പരാമർശിക്കുന്നത്. അബ്ദുൽ ഫസൽ ഇത് എഴുതി തീർക്കാനായിട്ട് 7 വർഷം എടുത്തു അക്ബർനാമ. അത് ഫൈനലി പ്രസന്റ് ചെയ്യുന്നത് അക്ബറിന്റെ മുമ്പിൽ 1598. ഇവിടെ ഇത് ഡ്രാഫ്റ്റ് റിവൈസ് ചെയ്തത് 5 പ്രാവശ്യം ഡ്രാഫ്റ്റിനെ റിവൈസ് ചെയ്ത് കൊണ്ടിരുന്നു. ആ കാൽക്കുലേഷനിലെ പറ്റി നോക്കുമ്പോൾ വളരെ കാര്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതും അതുകൊണ്ട് അത് റിവൈസ് ചെയ്താണ് എഴുതി തീർത്തത്. ഇനി അബ്ദുൽ ഫസലിന്റെ ഫിലോസഫിക്കൽ ഇൻസ്പിറേഷൻ നോക്കുകയാണെങ്കിൽ അബുൽ ഫസൽ റിസീവ്ഡ് എന്താണ് ഇവിടുന്ന്, ഫാദർ വളരെ സ്കോളറായിരുന്നു, ഷെയ്ഖ് മുബാറക്. അപ്പോൾ ഈ ഫസലിന്റെ ഫാമിലി ഇൻഫ്ലുവൻസ് ചെയ്തത് മഹാദേവി ഐഡിയാസ് ആണ്. അതൊരു മൂവ്മെന്റ് ആണ്. ഈ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ മഹാദേവി ഐഡിയാസ് എന്ന് പറയുന്നത് മഹാദേവി ഒരു മൂവ്മെന്റ് ആണ്, ഇസ്ലാമിക് മൂവ്മെന്റ് ആണ്. ആ ഫസലിന്റെ ഫാദർ ഷെയ്ഖ് മുബാറക് സിമ്പതി ഉണ്ട് ഇവരോടെങ്കിൽ കൂടിയും ഫാമിലി അവരുടെ 20 വർഷമായിട്ട് ജീവിച്ച ലൈഫ് ഒരു ഹോണ്ട് ചെയ്ത് പോകുന്ന ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഓർത്തഡോക്സി മുസ്ലിംസിനെ പറ്റിയാണ് നമ്മൾ പരാമർശിക്കുന്നത്. ഫിലോസഫിക്കൽ ഇൻസൈറ്റ്സിലും അവരുടെ ഇതിലും ഇറാഖി ട്രഡീഷൻ എന്ന് പറയും. ആ ഇറാനിൽ നിന്ന് വന്നിട്ടുള്ള മിറർ ഓഫ് പ്രിൻസസ്, ആ ഫിർദൌസിന്റെ ഷമാന, അതേമാതിരി ഗലീലി ബ്രദേഴ്സ്, ഇന്ത്യൻ ട്രഡീഷൻസ് വളരെ ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട് ഇവർക്ക്. മഹാഭാരത, ധർമ്മശാസ്ത്രാസ്, കാളിവാനദാമ, പഞ്ചതന്ത്ര കഥകൾ, ഇതൊക്കെ ഇതിൽ യുണൈറ്റ് ആയിട്ട് വരുന്ന ഒരു അറബിക് വേർഷനായിട്ട് അവർ കൊണ്ടുവരുന്നു. ഇതിൽ കൂടാതെ അബുൽ ഫസലിന്റെ ഐഡിയ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലി എന്തായിരുന്നു, അക്ബറിന്റെ ഗൈഡ് ചെയ്യുന്നത് മുഴുവൻ അക്ബറിന്റെ ഐഡിയ ഓഫ് ഹിസ്റ്ററിയാണ്. അക്ബറിന് സ്വന്തം പേരും സ്വന്തം അച്ചീവ്മെന്റ്സിനെ പറ്റി കൂടുതലായിട്ടൊന്ന് പബ്ലിസിറ്റിയും അല്ല സ്ട്രോങ് ആക്കണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ്, താൻ നടത്തിയ എല്ലാ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സും ഒരു മെമ്മറീസ്, അതായത് ഒരു ചരിത്രം ആയിട്ട് എഴുതണമെന്ന് എല്ലാവരോടും ചോദിക്കുന്നു, കോർട്ടിലുള്ള എല്ലാവരോടും ചോദിക്കുന്നു. ആ കോടത്തിലെ മിലേനിയം പ്രോജക്റ്റ് ആണത്. തരിഖ് അൽവി എന്ന് പറയും. റിസീവ്ഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അക്ബർ കൊടുക്കുകയാണ്. അക്ബർ എന്താ ചെയ്യുന്ന വെച്ചാൽ കമ്പൈൽ ചെയ്യുന്ന എല്ലാ പാനൽ ഓഫ് സ്കോളേഴ്സിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഹിജ്റ ഷിഫ്റ്റ് ഉണ്ട്, ടൈം ലൈൻ, ഹിജ്റ
ടൈമിൽ നിന്ന് നോക്കണം. സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കുക, എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് കൊടുക്കുക, അസംഷൻ പവർ, രാജാക്കന്മാർ കോടതിയിൽ എത്തുന്നതും അല്ലെങ്കിൽ എല്ലാത്തിനെക്കാട്ടിയും എഴുതണമെന്ന്, ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെന്ന് പറയുന്നു. അബുൽ ഫസൽ അപ്പോ ഇതിൽ ഹിസ്റ്ററി ചോദിക്കുകയാണ്. അപ്പൊ റിയലൈസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് എല്ലാവരുടെയും ഈ പറഞ്ഞ എല്ലാവരുടെയും എഴുത്തിനെ, മെമ്മറീസിനെ, ഓർമ്മയിലുള്ളത് എഴുതുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വന്നപ്പോൾ അബുൽ ഫസലിന് എഴുതാൻ ഭയങ്കര ഡിഫിക്കൽട്ടായി. എല്ലാരും കൂടെ കമ്പൈൽ ചെയ്തെടുക്കണം. അങ്ങനെ വന്ന ഒരു അബ്ദുൽ ഫസലിന് ഒരു സെക്രട്ടേറിയറ്റ് തന്നെ കൊടുത്ത് എല്ലാം കമ്പൈൽ ചെയ്യാനും ഡാറ്റ കളക്ഷൻ ചെയ്യാനും അക്ബർ അവരെ അപ്രൂവ് ചെയ്തു. അക്ബറിന്റെ ഈ ഹിജ്റ ഇറ എന്നുണ്ട്, ഇവർക്ക് മുസ്ലിംസിന്റെ ഹിജ്റ ഇറ വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം വരുന്നു. സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജിനെ പറ്റി റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസൽ ഭയങ്കരമായ ഓർണേറ്റ് ആയ നല്ല നല്ല ഭാഷകളും ലാംഗ്വേജിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ബാക്ക്ഡ്രോപ്പില് അബ്ദുൽ ഫസൽ മോണ്യുമെന്റൽ വർക്കില് കമമറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു അപ്രോച്ച്, മാസ്റ്ററിന്റെ ഒപ്പീനിയൻ വളരെ ഹിസ്റ്ററിയിൽ എഴുതപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കണം. അതായത് ഹീറോ ആണ് അക്ബർ, അക്ബറിനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ചിത്രീകരിക്കണം അല്ലെങ്കിൽ എഴുതി കാണിക്കണം എന്നുള്ളതാണ് ഫസലിന്റെ ഉദ്ദേശം. ഫസൽ പിന്നെ മംഗോൾ ആൻഡ് തിമുറിന്റെ ട്രഡീഷൻസും ഇന്ത്യൻ ട്രഡീഷനും ഹിസ്റ്ററിയിൽ വേഗമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ മംഗോൾ ട്രഡീഷനും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫ്രേസോളജി ഉപയോഗിക്കുകയും അതേമാതിരി തന്നെ അക്ബറിന്റെ ഇൻസ്ട്രക്ഷൻസ് താരിഖൽ സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജ് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇതേത് ഐഡിയ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ വരുന്നുണ്ട്. പേർഷ്യൻ ഹിസ്റ്ററിയെ പറ്റി ഹിസ്റ്റോഗ്രാഫിയാണ് ബേസ് ആയിട്ട് എടുത്ത് എഴുതുന്നത്. ആ ഹിസ്റ്റോഗ്രാഫിയിൽ പിന്നെ ഓരോ മാറ്ററും റൈറ്റ് ആയിട്ട് അറബ് ഹിസ്റ്റോറിയൻസിനെ പറ്റിയും അക്ബറിന്റെ മൾട്ടിഫേരിയസ് ആക്ടിവിറ്റീസിനെ പറ്റിയും പരാമർശിച്ചു പോകുന്നു. ഇതിൽ കൂടെ നമ്മൾ വർക്കിന്റെ യൂണിറ്റിയും കണ്ടിന്യൂറ്റി ഓഫ് ഇന്ത്യൻ ട്രഡീഷനും അതേസമയം ഇന്ത്യൻ ടൈമിനെ പറ്റിയും ഗ്ലോബലി ഇറാൻ, ട്രാൻസോമേനിയ ആൻഡ് ടർക്കി ഇതിനെ പറ്റിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വിഷൻ, ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്റോറിക്കൽ വിഷനും ഇവിടെ വരുന്നു. ഇവിടെ അബുൽ ഫസൽ അപ്രോച്ച് ഏത് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി കൂടിയാണ് നമ്മൾ പോകുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഈ കെയർഫുൾ ആയിട്ടുള്ള മെറ്റിക്കുലസ് യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നു. ആ ഓപ്ഷൻസ് വരുന്നു. ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഹൈറ്റ് ഓഫ് പ്രസന്റേഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റ എടുക്കുകയും ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ചെയ്യുകയും അതിനുശേഷം ആ ഡോക്യുമെന്റിനെ ഓറൽ നറേറ്റീവ്സിലേക്ക് കൊണ്ടുവരികയും ഇതിനൊക്കെ ബയാത്ത് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ്സ് പ്രൊവൈഡ് ചെയ്യും. ഫുള്ളായിട്ടുള്ള സെക്രട്ടേറിയറ്റിലുള്ള സ്ക്രൈബേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ റൈറ്റേഴ്സിനെ ഉപയോഗിക്കുന്നു. അവരുടെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതി കൊണ്ടുവന്ന് അവര് ഇത് പ്രസന്റ് ചെയ്യാണ് ഈ പുസ്തകങ്ങൾ. അപ്പോൾ ഈ അക്നോളജ് ചെയ്ത് വരുമ്പോഴത്തേക്കും വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസലിന്റെ റൈറ്റിങ്സിൽ ഒരു പ്രശസ്തി അല്ലെങ്കിൽ പ്രശംസാപത്രം എന്നുള്ള ലെവലിലാണ് ഈ സ്പിരിച്വൽസ് മുഴുവൻ. അക്ബറിനെ പ്രൊജക്ട് ചെയ്യുന്നത് ഡിവിനിറ്റിന്റെയും പ്രൊക്ലമേഷൻ, ദില്ലിറാഹ അല്ലെങ്കിൽ ഡിവൈൻ ഇൻസ്പിറേഷൻ ഉള്ള ആളായിട്ട് ദൈവത്തിനോട് സമമായിട്ടാണ് അബ്ദുൾ പറഞ്ഞു വരുന്നത്. മെജസ്റ്റിക്, അവർക്ക് ദൈവത്തിന്റെ ഒരു ചായൽ അല്ലെങ്കിൽ അവർക്ക് തന്നെ കിട്ടിയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ സേക്രഡ് പേഴ്സൺ ആണ് അക്ബർ എന്ന് എടുത്തു പറയുന്നു. കൂടാതെ അക്ബറിന്റെ സൈലന്റ് ആയിട്ടുള്ള സപ്പോർട്ട് മഹം അകം എന്നുള്ളത് രണ്ട് ഗേൾസിന് തെറ്റുപറ്റുന്നതൊന്നും പ്രൈസ് ആയിട്ട് കാണുന്നില്ല. അതേമാതിരി പ്രൈസ് ചെയ്ത് എന്തൊക്കെ ഡിഗ്രി ഉണ്ട്, ഏതൊക്കെ വിധത്തിൽ ടെക്സ്റ്റിൽ രാജാവിനെ പ്രശസ്തി അല്ലെങ്കിൽ ഫ്രേസസ് യൂസ് ചെയ്യാമോ അതൊക്കെയാണ് യൂസ് ചെയ്തിട്ടാണ് അക്ബർനാമ എന്നുള്ള ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള പബ്ലിഷേഴ്സ് കൊണ്ടുവരുന്നത്. കൂടെ തന്നെ ഷേർഷാന് അഫ്ഗാൻ റബല്ലായിട്ടും ബിലിറ്റിൽ, അതായത് കുറച്ച് താഴ്ത്തിയും ഷെർഖാനെ താഴ്ത്തുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ പറ്റി നല്ല അഭിപ്രായമല്ല ഷെർഖാൻ എന്നാണ് പറയുന്നത് ബിർബലിന്റെ യൂസഫറിന്റെ ടൈമിലും. അപ്പോൾ ഈ കാബ്രി
കൺവേർട്ടിങ് ലാൻഡ്സ്, ജാഗിർ ലാൻഡ്സ്, ഖലിസ്ത, ഇതിനെയൊക്കെ പറ്റി റെക്കോർഡ്, ലോങ് ആയിട്ടുള്ള റെക്കോർഡ്സ് എടുക്കുന്നുണ്ട്. അതിനെപ്പറ്റി രജപുത്തും അഫ്ഗാൻ സ്റ്റോറീസും സ്ട്രഗിൾസും ഒക്കെ അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എഴുതുന്നില്ല. ഇവിടെ റാഷണലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അക്ബറിന്റെ ഫെസിലിറ്റീസിൽ മുഴുവൻ എഴുതി വരുന്നത് മുഴുവനും പ്രോഫറ്റും ഖലീഫേനെയും പറ്റിയുമാണ്. അല്ലാനെ പറ്റിയും ഇൻസ്റ്റഡ് ഓഫ് അല്ല ഈ ഗോസ് ടു ആഡം എന്നുള്ള ലെവലിലാണ് പറയുന്നത്. അക്ബർ ഇസ്ലാമിക് റൂളർ അല്ല, പക്ഷെ റൂളർ ഓഫ് ഹ്യൂമാനിറ്റി, ജീവിത മനുഷ്യരാശിയുടെ റൂളറാണെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോ ആ ലെവലിലാണ് ഫൈസൽ ഓരോ വാക്കുകളും ഉപയോഗിച്ചിട്ടുള്ളത്. അവന് ആ റൈറ്റിക്കില് റിലീജിയനെ പറ്റിയും അതേമാതിരി ഇസ്ലാമിക് അല്ല, സെക്യുലർ ആയിട്ടുള്ള തോട്ട് വേണം, സിവിലൈസേഷൻ ഡിനൗൺസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷൻ ആയിട്ടുള്ള റൈറ്റിങ്ങിൽ നിന്ന് മാറി അൺഫെയിലിംഗ് ആയിട്ടുള്ള സ്പിരിച്വൽ എക്സെപ്ഷൻസ് ആണ് സിദ്ദിഖ് യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി അസോസിയേറ്റ് വരുന്നത് അച്ചീവ്മെന്റ്സ് ഓഫ് മുസ്ലിം റൂളേഴ്സിനെ പറ്റിയാണ്, എസ്റ്റാബ്ലിഷിങ് അവരുടെ റൂളിനെ പറ്റിയാണ് അബ്ദുൽ ഫസൽ എടുത്തെടുത്ത് പറയുന്നത്. റീസണും റിലീജിയനെയും എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ അഡ്മയർഡ് ബൈ എല്ലാ ഹിസ്റ്റോറിയൻസും അഡ്മയർ ചെയ്യുന്നുണ്ട് ഫസലിന്റെ റൈറ്റിങ്സ്. അപ്പോൾ ഐഡിയ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഹിജ്റ ടൈമിനെയാണ് അവർ സാധാരണക്കാർ ഹിജ്റ ബിഗിനിങ്ങിനെയാണ് അവർ റൈറ്റിങ്ങിന് നോക്കുന്നത്. പക്ഷെ ഫൈസൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൈമിലെടുത്തു. ഹിസ്റ്റോറിക്കൽ ടൈം എന്ന് വെച്ചാൽ ഇസ്ലാമിക് തിയോളജി പ്രകാരം ഇന്റേണൽ ആണ്. അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ നോഷൻ ലൈനർ ടൈം എടുക്കുകയും പ്രോഫറ്റിന്റെ ആദം തൊട്ടുള്ളത് എന്നുള്ള ലെവലിലാണ് എഴുതി വരുന്നത്. എല്ലാ ഇസ്ലാമിക് ഹിസ്റ്ററിനെ പറ്റിയും ഇതേ ടൈമിനെയാണ് അബ്ദുൾ എടുത്തു വരുന്നത്. ഇനി അബ്ദുൾ ഫൈസലിന്റെ റിലീജിയൻ അല്ലെങ്കിൽ മതത്തിനെ പറ്റി പറയുകയാണെങ്കിൽ സ്ക്രൈബിൽ കൂടെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് മുഴുവനും എല്ലാ രാജാക്കന്മാരും എല്ലാ റിലീജിയന്റെ പ്രോഡക്റ്റ് ആണ്, എല്ലാവരുടെയും ഗോഡിന്റെ മക്കളാണ് എന്നുള്ള ലെവലിൽ വരുത്തണം. അപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മുഴുവനും ഒരു സെക്യുലർ ഫീലിങ്ങിനെ പറ്റിയാണ് ഫൈസൽ എടുത്തെടുത്ത് പറയുന്നത്. അബ്ദുൾ ഫൈസലിന്റെ ഈ ഐഡിയയില് അക്ബറിന്റെ ലാർജർ ആയിട്ടുള്ള ഹ്യൂമാനിസം, കമ്പാഷൻ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് പീസ്, ഇതിനെ സമാധാനത്തിനെ പറ്റിയൊക്കെ ഫോക്കസ് ചെയ്ത് വരുന്നു. കൂടാണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോവർണിറ്റിനെ പറ്റിയാണ്. ഷാഡോ ഓഫ് ഗോഡ് എന്നാണ് അക്ബറിന് പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഷാഡോ, അതായത് റോയൽറ്റിയില് ഒരു ഗോഡിന്റെ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ട്. അല്ലെങ്കിൽ അക്ബർ അക്ബറാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യൻ, ബെനിവലന്റ് ആയിട്ടുള്ള കിങ്, അങ്ങനെയാണ് പരാമർശിച്ചു വരുന്നിട്ടുള്ളത്. ഓരോ കാരണത്തിലും ജസ്റ്റിസിന് വെർച്യൂ ഉണ്ട്. അതേമാതിരി കിങ്ഷിപ്പ്, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നുള്ള ലെവലിലാണ് ഇവിടെ അക്ബറിനെ പറ്റി എടുത്ത് ഹ്യൂമാനിറ്റി, എല്ലാ റിലീജിയനെയും ഒരേ കണ്ണിൽ കാണണം. അതാണ് അക്ബർ ഒരു ദിലിലാഹി എന്നൊരു മതത്തിനെ തന്നെ തുടങ്ങുന്നുണ്ട്. വെൽഫെയർ സ്റ്റേറ്റിനെയാണ് ഫൈസൽ കൂടുതൽ ഊന്നുകൊടുത്ത് എഴുതിയിട്ടുള്ളത്. അതേമാതിരി അഡ്മിനിസ്ട്രേഷൻ, റിലീജിയസ് റിഫ്ലക്ട് ചെയ്യുന്ന ഓണർ ഓഫ് അഡ്മിനിസ്ട്രേഷനെ പറ്റി നമ്മൾ പറയുന്നു. അപ്പൊ ഇവിടെ അബ്ദുൾ ഫൈസലിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അബ്ദുളിന്റെ വിവരണങ്ങൾ കൂടെ ഹിസ്റ്ററിയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ് നമ്മൾ പരാമർശിച്ചതിൽ. പുതിയ തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ തരത്തിലുള്ള റൈറ്റിംഗ്സ് ആണ് ഫൈസൽ യൂസ് ചെയ്തത്. അതായത് കമ്പൈൻ ചെയ്തു പേർഷ്യൻ, അറബിക്, ഇന്ത്യൻ അപ്രോച്ചസിനെ ഒരുമിച്ച് കൂട്ടി അക്ബർനാമ വളരെ സെക്കുലർ ഹിസ്റ്ററി പ്രൊഡ്യൂസ്ഡ്. ആ കാലഘട്ടത്തിൽ സെക്കുലർ ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി പ്രൊഡ്യൂസ് ചെയ്തത് അക്ബർനാമയിൽ കൂടിയാണ്. അതിലും പ്രീ ഓക്യുപ്പേഷനായ പ്രൊജക്ടിങ് അക്ബറിനെ ഒരു വലിയൊരു ദൈവ തുല്യമായിട്ടുള്ള ഒരു രാജാവായിട്ടാണ് ഫൈസൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതേമാതിരി തന്നെ പെർഫെക്റ്റ് മോണാർക്ക് എന്നും പറയുന്നു. അതായത് ആ കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന പ്രോജക്റ്റിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മൊണാർക്കാണ് അക്ബർ. അക്ബറുടെ കാലഘട്ടത്തിൽ അച്ചീവ്മെന്റ്സും ഒന്നും വളരെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത് സൊസൈറ്റിയെ പറ്റിയുള്ള ഓവറോൾ പിക്ചർ ഓഫ് സൊസൈറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളതും. അതായത് ട്രൂ സ്പിരിറ്റ് ആയിട്ട് ആ കാലഘട്ടത്തിൽ ട്രൂ സ്പിരിറ്റ് ഏജ് ലിമിറ്റിൽ എത്രത്തോളം
പ്രശംസ ചെയ്യാമോ അത്രയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ അവസാനിക്കുന്നത്. നന്ദി, നമസ്കാരം.